വണ്ണം കുറഞ്ഞവർ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ വിചാരിച്ച പോലെ അവർക്ക്, അതായത് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അവർക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. കൃത്യമായ അളവിലുള്ള ഒരു മിനറൽസും കൂടി ആവശ്യമുണ്ട്. അതായത് വൈറ്റമിൻ ബി കോംപ്ലക്സ് പോലുള്ള ഇതൊരുപാട് നമ്മുടെ ചീര, മുരിങ്ങയുടെ ഇല, ഇതിലൊക്കെ ധാരാളം, ഏത്തപ്പഴം, ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടോ, ഹോർമോൺ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ, ഞാൻ പറയുന്നത് സ്ട്രെസ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തടിക്കാതിരിക്കുക, അപ്പോൾ എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യനാണ്. വണ്ണം കൂടിയ ആളുകൾക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് അവർ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, ഫാസ്റ്റ് ഫുഡ് പോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ, അവരൊന്ന് കഠിനമായിട്ടൊന്ന് പ്രയത്നിച്ചാൽ അവർക്ക് അവരുടെ തടി പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, വണ്ണം കുറഞ്ഞവർ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ വിചാരിച്ച പോലെ അവർക്ക്, അതായത് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അവർക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് ശരീരത്തിന് വണ്ണം വെക്കാത്തത്, അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നിങ്ങൾ ഭക്ഷണത്തിൽ മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വണ്ണം വെക്കാത്തത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും എന്നത് ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ, അതിൽ ആദ്യത്തെ കാരണം പാരമ്പര്യമാണ്. ഒരു 70-80% ആളുകളും തടിക്കാത്തത് അവരുടെ പാരൻസോ അല്ലെങ്കിൽ മുൻപുള്ള ജനറേഷനൊക്കെ ഉള്ള ആളുകൾ മെലിഞ്ഞിട്ടാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളിൽ ഒരു ജനറ്റിക്കായിട്ട് ഇങ്ങനെ വണ്ണം വയ്ക്കാത്തൊരു കാരണമുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ന്യൂട്രിയൻസ് ഇല്ലാത്തത് കൊണ്ട്. അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പക്ഷേ ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടാവില്ല. ഇതിനു വേണ്ടി ഒരുപാട് നോൺ വെജ് ഒക്കെ കഴിക്കുന്നുണ്ടാവും, എന്നിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, വണ്ണം വെക്കുന്നില്ല. ചിലപ്പോൾ വയറ് ചാടുന്നുണ്ടാവും, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും വണ്ണം വെക്കുന്നില്ല. അതായത് പ്രോട്ടീൻസ് വേണ്ടത്ര അളവിൽ ശരീരത്തിന് കിട്ടുന്നില്ല. അതിന് പകരം ഫാറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക. അതായത് ഒരു ദിവസം നമ്മൾ ഓരോ വ്യക്തികളും എത്രത്തോളം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം, എത്രത്തോളം പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കണം. അപ്പം മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ തൈറോയ്ഡ് പോലെയുള്ള തൈറോയ്ഡ് അസുഖങ്ങളിൽ ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷനൊക്കെ ആണെങ്കിൽ അവരെത്ര ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ അവർ തടിക്കില്ല. അത് നമ്മുടെ ഹോർമോൺസിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ മസിൽസിന് പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല. എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ, അതുപോലെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ശരീരത്തിൽ. നിങ്ങൾക്കിപ്പോൾ വൻകുടലിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദഹനം പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ദഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. ഓൾറെഡി അത് ഉണ്ടാവും നമ്മുടെ വയറ്റിൽ തന്നെ, അല്ലെങ്കിൽ ആമാശയത്തിൽ തന്നെ അത് ദഹിക്കാതെ കിടക്കാം. അതുകൊണ്ടൊക്കെ തന്നെ എന്ത് സംഭവിക്കാം, ഈ പ്രോപ്പറായിട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റ് ആളുകളിൽ ഉണ്ടാവണമെന്നില്ല. മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ IBS പോലുള്ള കണ്ടീഷൻസ്. IBSൽ നമുക്കറിയാം, നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ടെൻഡൻസിയാണ് ടോയ്ലറ്റ് പോകാൻ. അത് ഇതുപോലെ തന്നെ വൻകുടലിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫ്ലമേഷൻസോ കാര്യങ്ങളോ കൊണ്ടാവാം. അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ള ഒട്ടുമിക്ക ആളുകളും എന്ത് ഭക്ഷണം കഴിച്ചാലും അവർക്ക് ഓക്കാനോ ഛർദിയൊക്കെയാണ്. അതുകൊണ്ട് അവർ കഴിക്കുന്ന ഭക്ഷണം അവർ ഒരു ദിവസം ചിലപ്പോൾ പകുതിയായിട്ട് കഴിക്കും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെ മെയിനായിട്ട് നിങ്ങൾക്ക് വണ്ണം കൂടാതെ, അതായത് നിങ്ങൾ എന്ത് കഴിച്ചിട്ടും വണ്ണം കൂടുന്നില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ടായേക്കാം. ഇങ്ങനെ തടിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ്. നമ്മൾ മലയാളികളെ കേസ് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാവരും കൂടുതലായിട്ടും കഴിക്കുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് ഇപ്പം രാവിലെ 3 നേരം അല്ലെങ്കിൽ 4 നേരത്തോളം നമ്മൾ പലരും കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. എങ്കിൽ അങ്ങനെയല്ല, നമുക്കൊരു ദിവസം ഒരു 225 ഗ്രാം മുതൽ ഒരു 325 ഗ്രാമോളാണ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. അതിൽ കൂടുതൽ എടുക്കുന്ന സമയത്താണ്, അതിൽ കൂടുതൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുക, പ്രോട്ടീൻസ് കുറയുക, അങ്ങനെ നോക്കുന്ന സമയത്താണ് നമുക്ക് ഈ വയറുന്തി വരികയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ശോഷിച്ച് വരികയും, ഇങ്ങനെയുള്ള ആളുകളുടെ ഉന്മേഷക്കുറവും ആരോഗ്യത്തിൽ, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് അവർക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 225 ഗ്രാം മുതൽ ഒരു 325 ഗ്രാമാണ് നമുക്കൊരു ഡേ വേണ്ടത്. അതുപോലെ തന്നെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മുടെ 1 kg ബോഡി വെയ്റ്റിന് 0.8 ഗ്രാം പ്രോട്ടീൻസ് ആണ് വേണ്ടത്. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള ഹൈറ്റ്, അതിന് പ്രോപ്പറായിട്ട് വെയിറ്റ് ഉള്ള ഒരാൾ ഒരു ദിവസം ഒരു 50 മുതൽ ഒരു 60 ഗ്രാം പ്രോട്ടീൻസ് ആണ് കഴിക്കേണ്ടത്. നിങ്ങൾ കൂടുതലായിട്ട് എക്സേർഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ വ്യായാമം കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു 100 ഗ്രാം പ്രോട്ടീൻസ് വരെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോട്ടീൻസ് എടുക്കുന്ന
സമയത്ത് ചിലപ്പോൾ നോൺ വെജും വെജിറ്റേറിയൻസ് അങ്ങനെ 2 വിഭാഗം ആളുകളുണ്ടല്ലോ. നോൺ വെജിലാണ് കുറച്ച് കൂടുതലായിട്ടും പ്രോട്ടീൻസ്, അതായത് ആനിമൽ പ്രോട്ടീൻ കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ മസിൽ ബൾക്ക് കൂട്ടും. അതോടൊപ്പം തന്നെ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻസ് ആണ് ചെറുപയർ, കടല, പരിപ്പ്. അവർ അത് കുറച്ച് അതായത് ഒരു ഡേ അതിന് ആ ഒരു 150 ഗ്രാം ചിക്കനിലുള്ളത് ഒരു 50 ഗ്രാമോളം പ്രോട്ടീൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് ചെറുപയർ കുറച്ച് കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ കടല, പരിപ്പൊക്കെ ഭക്ഷണത്തിൽ കുറച്ചധികം ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം പ്രോട്ടീൻസ് നിങ്ങൾ എടുക്കുമ്പം അതായത് നമ്മുടെ ആ ലിമിറ്റേഷൻ, ഒരു ലിമിറ്റ് ഉണ്ട്, ഇത്ര പ്രോട്ടീൻസ് എടുക്കണം. അതിൽ കൂടുതൽ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിന് ആയാലും ഒരുപാട് പ്രശ്നങ്ങളാണ്. കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ യൂറിക് ആസിഡ് പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഡീഹൈഡ്രേഷനൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാം. അപ്പം ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോട്ടീൻസ് കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് മിനറൽസും ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രോട്ടീൻസിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കണമെങ്കിൽ കൃത്യമായ അളവിലുള്ള ഒരു മിനറൽസും കൂടി ആവശ്യമുണ്ട്. അതായത് വൈറ്റമിൻ ബി കോംപ്ലക്സ് പോലുള്ള ഇതൊരുപാട് നമ്മുടെ ചീര, മുരിങ്ങയുടെ ഇല, ഇതിലൊക്കെ ധാരാളം, ഏത്തപ്പഴം, ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് എന്തിനുള്ളത്, കാൽഷ്യം, നമ്മുടെ മിനറൽസിന്. കാൽഷ്യം നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെടുക്കാം, എഗ്ഗ് എടുക്കാം. അതുപോലെ വണ്ണം വയ്ക്കുന്ന ആളുകളാണെങ്കിൽ മിൽക്ക് എടുക്കുന്ന സമയത്ത് ഹോൾ ഫാറ്റ് മിൽക്ക്, നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഹോൾ ഫാറ്റ് മിൽക്ക് എടുക്കാം. അതുപോലെ മാഗ്നീഷ്യം കൂടുതൽ അടങ്ങിയിട്ടിരിക്കുന്ന ധാന്യങ്ങൾ, നിങ്ങൾക്ക് ഗോതമ്പോ, റാഗിയോ, ബാർലിയോ അങ്ങനെയൊക്കെ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഹെൽത്തി, നിങ്ങളുടെ ബോഡി ഹെൽത്തിയാണെന്ന് മനസ്സിലാക്കുന്നതിനൊരു കാര്യം ബാക്കിയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ തടി വയ്ക്കുന്നു എന്നുള്ളതാണ്. അതായത് വയറിന് ചുറ്റുള്ള കൊഴുപ്പ് കുറഞ്ഞിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ വെയിറ്റ് ഉണ്ടാവുന്നു എന്നതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി കീപ്പ് ചെയ്യുന്ന ഒരാളുടെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഫാറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 25 ഗ്രാമോളം ഫാറ്റ് മതി. അപ്പം ആ ഒരു കണക്കിൽ വേണം നിങ്ങൾ ഭക്ഷണം ക്രമീകരിക്കാൻ. ഇങ്ങനെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി വേണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് വേണം. നമുക്കറിയാം നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഔഷധം കൂടിയാണ്. നമ്മുടെ പല അസുഖങ്ങൾക്കുള്ള മെഡിസിൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. അതായത് പല അസുഖങ്ങളും മാറുന്നതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഭക്ഷണം, അതായത് ഈ കൂടുതൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കുറച്ചുകൊണ്ട് വന്നിട്ട് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ധാന്യങ്ങളും കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള നമുക്ക് ചോറൊക്കെ കഴിക്കാം. അതായത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് കഴിക്കുന്നത് ഇഷ്ടം, ചിലപ്പോൾ പഴങ്കഞ്ഞിയായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഈ വണ്ണം കുറഞ്ഞ ആളുകൾക്ക് പഴങ്കഞ്ഞി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അത് തൈരിനെ കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു പ്രോബയോട്ടിക്കും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയസ് കൂടുതലായിട്ട് ഗ്രോത്ത് ചെയ്യുകയും ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അങ്ങനെ കഴിക്കാം. അത് ചോറായിട്ട് കഴിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ആ സമയത്ത് നിങ്ങൾ ധാരാളം ഫ്രൂട്ട്സ് എടുക്കേണ്ടതുണ്ട്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം ഏത്തപ്പഴം ധാരാളം എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ആപ്പിൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഷേക്കായിട്ട് കഴിക്കാം. ഷേക്കായി കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോൾ ഫാറ്റ് മിൽക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഷേക്കായിട്ട് കഴിക്കാം. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം. നട്ട്സ് എന്ന സമയത്ത് ബദാം ആണെങ്കിലും വാൾനട്ട്സ് ആണെങ്കിലും ഒരു കാഷ്യൂ ഒക്കെ ആണെങ്കിൽ ഒരു 8 or 10 കാഷ്യൂ നട്ട് അത്ര കഴിക്കുക. അല്ലെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ലെങ്കിൽ നമുക്ക് നിലക്കടല കഴിക്കാം. നിലക്കടല കഴിക്കുന്ന സമയത്ത് നമുക്കൊരു പിടി നിലക്കടല നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾ പ്രോട്ടീൻസ് കഴിക്കുന്ന സമയത്ത്, അതായത് ചെറുപയറൊക്കെ കഴിക്കുന്ന സമയത്ത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു മുളപ്പിച്ച് കഴിക്കാവുന്നതാണ്. അത് ഡെയിലി കഴിക്കണമെന്നില്ല, നിങ്ങൾ ഒരു ഡേ ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അതോടൊപ്പം ഡയറി പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എടുക്കാം. ഡയറി പ്രൊഡക്ട്സ് ഇപ്പോൾ പാലൊക്കെ എടുക്കുന്ന സമയത്ത് ഹോൾ ഫാറ്റ് മിൽക്ക് നിങ്ങൾക്ക് ജ്യൂസോ ഷേക്കോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് നിലക്കടല കഴിക്കാം. ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവക്കാഡോ പോലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച പാടെയും വെള്ളം കുടിക്കുക. അത് ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡ് അത് കുറച്ചും കൂടി വീര്യം കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഡൈജഷനൊക്കെ സ്ലോ ആവും. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വിശപ്പും അത് കുറയ്ക്കും. അതുകൊണ്ട് ചിട്ടയായിട്ടുള്ളൊരു ഭക്ഷണക്രമം നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടുതലായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ണം നിങ്ങൾക്ക് കൂടുന്നത്, അതായത് കുറച്ച് സമയം എടുക്കും, ഒരു 6 months ഒക്കെ എടുക്കും. അതായത് പെട്ടെന്ന് ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഈ കേസിൽ കാണാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്ത് ഓരോരോ മസിൽസിനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു 6 months ടൈം എന്തായാലും എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യൽ തന്നെ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹെവി ഫുഡും, അതായത് ഹെവി ആയിട്ട് എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ സ്ലോ ആയിട്ട് അത് കൂട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും തടിക്കുന്നില്ല
ഈ ഒരു ഭക്ഷണക്രമം ഫോളോ ചെയ്തിട്ട് തടിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം വേറെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടോ, ഹോർമോൺ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ പറയുന്നത് സ്ട്രെസ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തടിക്കാതിരിക്കുക, അപ്പോൾ എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. വെള്ളം കുടിക്കണം. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എന്ത് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും പ്രോപ്പറായിട്ട് ഒരു ദിവസം നമ്മുടെ ബോഡിക്ക് അനുസരിച്ച്, അതായത് 25 kg വെയിറ്റിന് വേണ്ടത് 1 ലിറ്റർ വെള്ളമാണ്. ആ ഒരു കണക്കിൽ നിങ്ങൾ വെള്ളം എടുക്കാനും മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് മെഡിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട്. അതായത് നിങ്ങളെ ബോഡി അനുസരിച്ച് നാച്ചുറൽ നോക്കിയിട്ട് മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ചിട്ടയായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.